നിർമ്മാണം ആരംഭിച്ച് 8 വർഷം പിന്നിടുമ്പോഴും വയനാട് ചൂരൽമല മേപ്പാടി മലയോര ഹൈവേ ഇനിയും യാഥാർത്ഥ്യമായില്ല. ശോചനീയ അവസ്ഥയിലുള്ള റോഡുകളിലൂടെയാണ് നാട്ടുകാരുടെ ദുരിതയാത്ര. സർക്കാർ ഇടപെട്ട് എത്രയും വേഗത്തിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പന്ത്രണ്ടര കിലോമീറ്ററാണ് ചൂരൽമല മുതൽ മേപ്പാട് വരെയുള്ള ദൂരം. ചൂരൽമല മേപ്പാടി മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചത് 2018-ൽ. ഇതിനിടെ വയനാടിനെ തന്നെ ആകെ തകർത്ത ചൂരൽമല ഉരുൾപൊട്ടലടക്കം 3 ദുരന്തങ്ങൾ മേഖലയിലുണ്ടായി. ഒരപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് പോലും വേഗത്തിലെത്താൻ കഴിയാത്ത വിധം ശോചനീയമാണ് റോഡുകളുടെ അവസ്ഥ. 10 വർഷമായി ഈ റോഡ് പണി തുടങ്ങിയിട്ട്. അതിലിടയ്ക്ക് 2018-ലൊരു പ്രളയം ഉണ്ടായി. അതിൽ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് അവർ ഇട്ടെറിഞ്ഞു പോയി. ഇപ്പോൾ ദാ ചൂരൽമല മുണ്ടക്കായി പ്രളയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കുറേ അങ്ങനെ വഴുകി. ഇപ്പോൾ കുറേ പണികൾ ഇടയ്ക്കിടയ്ക്ക് കുറേ പണിയെടുത്ത് ബാക്കി സ്ഥലങ്ങൾ അവിടെ വെറുതെ ഇട്ട് കിടക്കുകയാണ്. കുറേ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. റോഡ് വളരെ മോശമാണ്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെയും ഒച്ചിഴയും വേഗമാണ്. ഇത് ഞങ്ങൾ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി. ഇത് മെയിൻ ആകെ ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ചെയ്യാൻ. ഇതിപ്പോൾ 8-10 വർഷമായി 2 ദുരന്തം ഇവിടെ നടന്ന് ഒരുപാട് രോഗികൾ പോകേണ്ടതാണ്. ഇതൊന്ന് സ്കൂൾ കുട്ടികൾ, ബസ്സുകൾ എല്ലാം പോകേണ്ട ഒരു മെയിൻ ടൂറിസത്തിൻ്റെ ഒരു മെയിൻ മേഖലയാണ് ഇവിടെ ഒരുപാട് ബ്ലോക്കുകൾ വന്നിട്ട് ഇവിടുത്തെ യുവാക്കൾ ഇറങ്ങിയ ബ്ലോക്കുകളൊക്കെ നീക്കി ഇപ്പോൾ പുതിയൊരു ഭരണം ഇവിടെ വന്നിട്ടുണ്ട്. അവരും ഇത് എഴഞ്ഞ് നീങ്ങുകയാണ്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ജോലിക്കാരവിടെ നിർത്തും. അവർ കുറച്ച് മണ്ണിടും, കുറച്ച് വെള്ളം തെളിക്കും എന്നല്ലാതെ റോഡിൻ്റെ പണി ഇത് നടക്കുന്നതന്നെയല്ല. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കള്ളാടി ദുരന്തമടക്കം വലിയ 3 ദുരന്തങ്ങളുണ്ടായ മേപ്പാടി ചൂരൽമല പ്രദേശത്താണ് ഒരു അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിലെത്താൻ പോലും സാധിക്കാത്ത വിധം തകർന്ന രീതിയിൽ റോഡ് കിടക്കുന്നത്. ഇതിന് അടിയന്തര പരിഹാരം ആവശ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.